Hi friends, welcome back to the channel. It's me Apple Alex. Guys, അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മളൊരു വണ്ടി 15 കൊല്ലമാണ് രജിസ്ട്രേഷൻ പീരീഡ്. ഇപ്പോഴത്തെ ആൾക്കാരൊക്കെ ഒരു 10 കൊല്ലം ഉപയോഗിച്ച് കഴിയുമ്പോഴത്തേക്ക് വണ്ടി പൊളിച്ച് വിൽക്കാനും അല്ലെങ്കിൽ മറിച്ച് വിൽക്കാനും നോക്കും. ആ ഒരു സാഹചര്യത്തിൽ 15 കൊല്ലം റോഡിൽ താരമായി നിന്ന് അത് കഴിഞ്ഞ് റീടെസ്റ്റ് ചെയ്ത് 20 കൊല്ലം, 25 കൊല്ലം, 30 കൊല്ലം, 35 കൊല്ലം അങ്ങനെ 37ൻ്റെ നിറവിൽ നിൽക്കുകയാണ് ഇന്ന് ഈ പടക്കുതിര. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന ഈ വണ്ടിയുടെ സ്പെക്കും ഇതിൻ്റെ ഫീച്ചേഴ്സും ഇതിൻ്റെ കംഫർട്ട് ലെവൽ എത്രമാത്രം ഉണ്ടെന്നും അതുമാത്രമല്ല ഈ വണ്ടി സെക്കൻഡ് ഹാൻഡ് എടുക്കുമ്പോൾ നോക്കേണ്ട കാര്യങ്ങളും സെക്കൻഡ് ഹാൻഡ് എടുത്താൽ മുതലാകുമോ ഇതിൻ്റെ മൈലേജ് മോറോവർ ഈ വണ്ടി മോഡിഫൈ ചെയ്താൽ എങ്ങനെ ഇരിക്കും അങ്ങനെ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക്. ഗായ്സ്, ഇവനെ എനിക്ക് കിട്ടിയ കഥയെന്ന് വെച്ചാൽ ഇതിൻ്റെ ഗ്രാൻഡ് ബേയുടെ വണ്ടിയായിരുന്നു. ഗ്രാൻഡ് ബ ഈ വണ്ടിയിൽ വീണാണ് മരിച്ചത്. അങ്ങനെ ഈ വണ്ടി പോലീസ് സ്റ്റേഷനിലൊക്കെ ഇരിക്കുമായിരുന്നു. ഞങ്ങളുടെ അപ്പം പോയി ഈ വണ്ടി എടുത്തുകൊണ്ട് വന്ന് വണ്ടി വർക്ക്ഷോപ്പിലൊക്കെ കൊടുത്തപ്പോൾ അവർ പറയുക 6 മാസം കഴിഞ്ഞ് വണ്ടി തിരിച്ചു തരാൻ പറ്റത്തുള്ളൂ, കാരണം ഇതിൻ്റെ സ്പെയർ പാർട്സ് ഒന്നും കിട്ടാനില്ല. അങ്ങനെ നീണ്ട 6 മാസത്തെ ഇടവേളയ്ക്ക് ശേഷം ഈ വണ്ടി എനിക്ക് കഴിഞ്ഞ ആഴ്ചയാണ് കിട്ടിയത്. അതുകൊണ്ട് തന്നെ വണ്ടി കൂടുതൽ മോഡിഫൈ ഒന്നും ചെയ്തിട്ടില്ല. മോഡിഫൈ ചെയ്യുന്ന വീഡിയോ വൈകാതെ നമ്മുടെ ചാനലിൽ ഇടും. അത് കാണാൻ വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഈ വണ്ടി സെക്കൻഡ് ഹാൻഡ് എടുക്കാൻ താല്പര്യമുള്ളവർ ഇതിൻ്റെ സ്പെയർ പാർട്സിൻ്റെ ലഭ്യത മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ഈ വണ്ടി എടുക്കുക. അപ്പം നിങ്ങൾ ചോദിക്കും, ഇതിൻ്റെ സ്പെയർ പാർട്സ് കിട്ടാനില്ലെങ്കിൽ പിന്നെ എന്തിനാ ഈ വണ്ടി എടുക്കുന്നതിന്? ഗൈസ്, അതിന് ഒറ്റ ഒരു ഉത്തരമേ ഉള്ളൂ ഗൈസ്, വികാരം. വിൻറ്റേജ് വണ്ടികളൊക്കെ നല്ല ക്രൈസുള്ള ഒരു വ്യക്തിയാണെങ്കിൽ ഈ വണ്ടി കണ്ണും പൂട്ടിയെടുക്കാം. അല്ലെങ്കിൽ ഞങ്ങളുടെ വീട്ടിൽ പണ്ട് തൊട്ടേ ഈ വണ്ടി ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടി ഒരു ഷോ ഓഫിന് വേണ്ടിയും ഈ വണ്ടി എടുക്കുന്നവരുണ്ട്. അങ്ങനെ എടുക്കുന്നവരാരും ഇതിൻ്റെ സ്പെയർ പാർട്സ് കിട്ടുമോ ഇല്ലയോ എന്ന് നോക്കത്തില്ല. അതുപോലെ തന്നെ ഈ വണ്ടിയുടെ മറ്റൊരു പ്രത്യേകതയാണ് ഗൈസ്, പക്ക റോഡ് പ്രസൻസ്. ഈ വണ്ടി റോഡിൽ കൂടെ പോയാൽ ആരായാലും ഒന്ന് നോക്കും, അതിനെയും രൂപം കൊണ്ടായാലും ശബ്ദം കൊണ്ടായാലും. അപ്പം പെൺപിള്ളേരുടെ മുമ്പിലൊക്കെ ഷോ ഓഫ് കാണിക്കാൻ താല്പര്യമുള്ള ഒരു വ്യക്തിയാണെങ്കിൽ ഈ വണ്ടി കണ്ണും പൂട്ടിയെടുക്കാം. കാരണം ഈ ഒരു വണ്ടിയുടെ രൂപം കൊണ്ടും ശബ്ദം കൊണ്ടും ആരായാലും ഒന്ന് നോക്കിപ്പോകും. അതുകൊണ്ടായിരിക്കണം യൂത്ത് പിള്ളേരുടെ ഇടയിൽ ഈ വണ്ടിക്ക് ഇപ്പോഴും ഇത്രയ്ക്ക് ഡിമാൻഡ് ഉള്ളത്. ഗൈസ്, ഇതിൻ്റെ പെർഫോമൻസിൻ്റെ കാര്യം പറയുവാണെങ്കിൽ ഇതൊരു സ്മൂത്തസ്റ്റ് 40 ആണ്. വലിച്ചു കുത്തി 60 കയറ്റാമെങ്കിലും അത് വണ്ടിക്ക് അത്ര നല്ലതല്ല കേട്ടോ. ഈ വണ്ടി സ്മൂത്തസ്റ്റ് 40 ആണെങ്കിലും നമ്മൾ കാറ്റും കൊണ്ടൊരു 40 പോകുമ്പോൾ ആൾക്കാരെല്ലാം നമ്മളൊരു നോട്ടം നോക്കും. കാരണം ഇതിനൊരു ശബ്ദം കൊണ്ടും രൂപം കൊണ്ടും ഇതിൻ്റെ റോഡ് പ്രസൻസ് കൊണ്ട് നമ്മളൊരു നോട്ടം നോക്കും. അന്നേരം കിട്ടുന്നൊരു ഫീല് വേറെ ലെവൽ ഫീലാണ് ഗൈസ്. അതുകൊണ്ടാണ് ഗൈസ് വിൻറ്റേജ് വണ്ടികൾക്ക് ഇത്രയും ഡിമാൻഡ്. ഈ ഒരു കാരണം തന്നെയാണ് വിൻറ്റേജ് വണ്ടികളുടെ ഏറ്റവും വലിയ ഹൈലൈറ്റും. ഇനി ഇവൻ്റെ സസ്പെൻഷൻ്റെ കാര്യം പറയുവാണെങ്കിൽ നമ്മൾ 40-ലൊക്കെ പോകുമ്പോൾ ചെറിയ കുണ്ടും കുരിയുള്ള റോഡിൽ കൂടെ പോകുവാണെങ്കിലും ഇതൊരു മാന്യമായ ഒരു കംഫോർട്ട് നമുക്ക് തരുന്നുണ്ട്. അത്ര വലിയ പേരിക്കേട്ട സസ്പെൻഷൻ ഒന്നും അല്ലെങ്കിലും ഇതിൻ്റെ പണി ഇത് ഭംഗിയായി ചെയ്യുന്നുണ്ട്. ഇനി എല്ലാവർക്കും അറിയേണ്ടത് ഇവൻ്റെ മൈലേജും ഇതിൻ്റെ വൈബ്രേഷനുമാണ്. വൈബ്രേഷൻ്റെ കാര്യം പറയുവാണെങ്കിൽ ഹാൻഡിൽ ഒരു ചെറിയ വൈബ്രേഷൻ നമുക്ക് 40 പോകുമ്പോഴുണ്ട്. പക്ഷേ കുഴപ്പമില്ല ഗൈസ്, നമുക്കത് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഇനി ഇവൻ്റെ മൈലേജിൻ്റെ കാര്യം പറയുവാണെങ്കിൽ ഇറങ്ങിയ സമയത്ത് ചേതക്കിന് 50ഉം ഇവന് 40ഉമായിരുന്നു മൈലേജ്. ഇപ്പോൾ എങ്ങനെ പോയാലും ഒരു ഡ്യൂക്കിൻ്റെ മൈലേജ് കിട്ടുന്നുണ്ട്. ഇനി ഇവൻ്റെ വില നോക്കുവാണെങ്കിലോ 1983 12,000 രൂപയായിരുന്നു ഈ വണ്ടിയുടെ വില. ഇന്ന് അതിൻ്റെ ഇരട്ടി നമുക്ക് ചോദിക്കാൻ സാധിക്കും. അതായത് വാങ്ങിയ വിലയുടെ ഇരട്ടിക്ക് വിൽക്കാൻ സാധിക്കുന്ന അപൂർവം ചില വണ്ടികളിൽ ഒന്നാണ് ഇവൻ. ഇനി എന്തായാലും ഇവൻ്റെ ഓവറോൾ സ്പെക്കും കാര്യങ്ങളെല്ലാം നമുക്കൊന്ന് നോക്കാം. ഇതാണ് ഞങ്ങളുടെ ബജാജ് സൂപ്പർ. ഗൈസ്, ഇവിടെ ഒരു ബിൽഡ് ക്വാളിറ്റിയുടെ കാര്യത്തിൽ ഈ വണ്ടി വേറെ ലെവലാണ്. ഇത്രയും 37 വർഷം ഉണ്ടെന്ന് പറഞ്ഞിട്ടും ഇതിൻ്റെ ഒരു അന്യായ ബിൽഡ് ക്വാളിറ്റിയാണ്. ഫുൾ മെറ്റലാണ്. ഒരു വലിയൊരു ഫ്രെയിമാണ്. ഇപ്പോൾ സാധാ വണ്ടിയിൽ കാണാത്തൊരു രീതിയാണ്. അതിന് തൊട്ട് താഴെയായിട്ട് ഹോണാണ് വന്നേക്കുന്നത്. ഒരു നൈസ് ഹോണാണ് ഈ വണ്ടി പ്രൊവൈഡ് ചെയ്യുന്നത്. വണ്ടി ഓണാക്കിയത് കേൾക്കാൻ പറ്റും, ഞാൻ കേൾപ്പിച്ചു തരാം. അപ്പം പലയൊരു ടൈപ്പ് ഹോണാണെങ്കിലും കാണാൻ തരക്കേടൊന്നുമില്ല. പിന്നെ മൾഗാർഡ് വരെ ഒരു ഹൈ ഇൻ ബിൽഡ് ക്വാളിറ്റിയാണ്. ഗൈസ്, ഇനി ഇതിൻ്റെ വീലിൻ്റെ കാര്യം പറയുവാണെങ്കിൽ ഒരു 10 ഇഞ്ചിൻ്റെ കൊച്ചു വീലാണ്. പക്ഷേ ഈ ഒരു വണ്ടിക്ക് ഇത് ധാരാളമാണ്. ഗൈസ്, അപ്പോൾ ഇതിൻ്റെ ലൈറ്റിൻ്റെ കാര്യം പറയുവാണെങ്കിൽ ഒരു ക്രോം ഫിനിഷിലെ ഒരു ഹാലജൻ ഹെഡ്ലാമ്പാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇപ്പം ചേതക്കിൽ നിന്ന് ഇതിനെ വ്യത്യസ്തമാക്കി ഒരു കൊച്ചു ലൈറ്റാണ് ഇതിന് കൊടുക്കുന്നത്. അതാണ് ഇതിൻ്റെ ഏറ്റവും മെയിൻ വ്യത്യാസം.
ഇതാണ് ഇതിൻ്റെ ഒരു ഹാൻഡിൽ ബാർ. ഈ ഹാൻഡിൽ ബാറിനോട് ചേർന്ന് തന്നെ ഒരു ക്രോം ഫിനിഷിൽ നമുക്കൊരു ലൈറ്റ് ചേർന്ന് ഇപ്പോണ്ട്. അപ്പോൾ ഈ ലൈറ്റ് മുഴുവൻ തുരുമിച്ചിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ തുരുമ്പ് മാറ്റി ഇതിൽ ഐഡിയ അറിയാമെങ്കിൽ തരാം കമൻറ്റ് ബോക്സിൽ പറയുക. അല്ലെങ്കിൽ ഞാനിത് മോഡിഫൈ ചെയ്യുമ്പോൾ ഫ്രണ്ട് ബ്ലാക്ക് ഷെയ്ഡ് അടിക്കാനാണ് ഇപ്പം പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ഐഡിയ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയുക. ഇതാണ് ഇതിൻ്റെ ഒരു ഗിയർ പൊസിഷൻ. അപ്പം ഫസ്റ്റ് താഴോട്ട്, അതിൻ്റെ മുകളിൽ ന്യൂട്രൽ, സെക്കൻഡ്, തേർഡ്, ഫോർത്ത് ഡൗൺ. അപ്പോൾ ന്യൂജൻ ബൈക്കിനെ പോലെ തന്നെയാണ് 37 വർഷം മുമ്പ് ബജാജിൻ്റെ ടെക്നോളജി. ഇത് ഫ്രണ്ട് ബ്രേക്കാണ്. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല ആക്സിഡൻറ്റിൻ്റെ കഥ. അപ്പോൾ അങ്ങനെ പോയതാണ് ഈ ബ്രേക്കിൻ്റെ ഈ പാഡ്. ഇവിടെ ആക്സിലേറ്റർ വരുന്നു. അപ്പം ഇതിൻ്റെ ഈ ഒരു സൈഡിൽ മാത്രമാണ് ഇതിൻ്റെ സ്വിച്ച് ബട്ടൺ വരുന്നത്. പിന്നെ ഇതിന് മിറർ വരുന്നില്ലായിരുന്നു. അപ്പോൾ റീടെസ്റ്റിംഗ് ടൈമിൽ മിറർ നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു മിറർ വന്നത്. അല്ലെങ്കിൽ ഇതിൻ്റെ കമ്പനി മിറർ പ്രൊവൈഡ് ചെയ്യുന്നതല്ലായിരുന്നു. ലെഫ്റ്റ് സൈഡിൽ ഇതിൻ്റെ ഗിയർ പൊസിഷൻ വരുന്നത് കൊണ്ട് റൈറ്റ് സൈഡിലാണ് ഇതിൻ്റെ സ്വിച്ച് എല്ലാം നിൽക്കുന്നത്. ഈ സൈഡിൽ ഒരു ചെറിയ നോബ് കണ്ടോ, ഈ വണ്ടി ഓഫ് ചെയ്യാൻ വേണ്ടിയാണ് ഈ ഒരു നോബ് പ്രസ് ചെയ്യുന്നത്. സീറ്റിൻ്റെ കാര്യം പറയുവാണെങ്കിൽ സീറ്റിൻ്റെ അടിയിൽ തന്നെ ഒരു സസ്പെൻഷൻ പോലെ ഇങ്ങനെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ വണ്ടി നമ്മൾ കിക്കർ അടിക്കുമ്പോൾ ഇവിടെ പിടിച്ച് നമുക്ക് വണ്ടി സ്റ്റാർട്ടാക്കാൻ സാധിക്കും. ഇതിലേക്ക് വരുവാണെങ്കിൽ ബാക്ക് സീറ്റ് ഭയങ്കര സോഫ്റ്റ് കുഷ്യനാണ്. അപ്പോൾ ഇരിക്കുന്നവർക്ക് ഒരു കംഫോർട്ട് കിട്ടത്തില്ല. ബാക്കിലൂടെ എപ്പോഴും മറിയുന്ന ഒരു ഫീലാണ്. അപ്പോൾ ഈ സ്റ്റെപ്പിനി വീൽ ബാക്കിൽ ഉണ്ടായതുകൊണ്ടാണ് ഇതിൻ്റെ ഒരു ബാക്ക് റെസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളിത് ഊരി മാറ്റുവാണെങ്കിൽ മോഡിഫൈ ചെയ്യുമ്പോൾ ബാക്ക് റെസ്റ്റ് നിങ്ങൾ പ്രൊവൈഡ് ചെയ്യണം. കാരണം അല്ലെങ്കിൽ വണ്ടിയിൽ ബാക്ക് ഇരിക്കാൻ നമുക്കൊരു പിടുത്തം കിട്ടത്തില്ല. ഇത് പഴയ 2 സ്ട്രോക്ക് വണ്ടി ആയതുകൊണ്ടും ഗിയർ ആയതുകൊണ്ടും ഇതിൽ പെട്രോളും ഓയിലും കൂടെ ഒരുമിച്ച് മിക്സ് ചെയ്യണം. പെട്രോൾ ടാങ്ക് ജസ്റ്റ് ഇവിടെയാണ്. നമുക്ക് ലോക്ക് സിസ്റ്റം ഒന്നുമില്ല. നമുക്കിവിടെ ഓപ്പൺ ചെയ്ത് നമുക്കിവിടെ പെട്രോൾ ഒഴിക്കാൻ സാധിക്കും. അപ്പോൾ ഇതാണ് വണ്ടിയുടെ ഒരു എഞ്ചിൻ സൈഡ് മെയിൻ അപ്പുറത്താണ്. അപ്പോൾ ഇതൊരു ബോക്സ് പോലെ വെച്ചിട്ടുണ്ട്. ഇവിടെ ഒരു ഫുഡ് റെസ്റ്റ് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു സ്റ്റാൻഡ്, സെൻറ്റർ സ്റ്റാൻഡ്. ഇതങ്ങനെ ബാക്കിൽ പറയത്തക്ക ഭംഗിയും കാര്യങ്ങളൊന്നുമില്ല. ഒരു വിൻറ്റേജ് ലുക്ക്, അതിനപ്പുറം ഒന്നുമില്ല. പിന്നെ താന്ന് നിൽക്കുന്ന ഒരു വണ്ടി എന്നൊരു ഫീലും തരും. പിന്നെ ഒരു ബാക്ക് ബ്രേക്ക് ലൈറ്റ് ഉണ്ട്. അതിന് ചുറ്റും ഒരു ക്രോം ഫിനിഷ് കൊടുക്കുന്നുണ്ട്. പിന്നെ ആ വിൻറ്റേജ് ലുക്കിംഗ് തരുന്ന ഒരു സ്റ്റെപ്പിനി പ്ലസ് അതിൻ്റെ ബാഗ്. ഇതാണ് ഇതിൻ്റെ ഒരു സൈഡ് പ്രൊഫൈൽ. ഈ വണ്ടിയുടെ ഏറ്റവും വലിയ ഡീമെറിറ്റ് എഞ്ചിൻ സെൻറ്ററിലല്ല, ഈ ഒരു സൈഡിനോട് ചേർന്നാണ്. അപ്പോൾ നമ്മൾ വണ്ടി എടുക്കുമ്പോൾ ഇങ്ങോട്ട് മറിയാനുള്ള പോസിബിലിറ്റി ഹൈ ആണ്. സോ ആക്സിഡൻ്റ് ആവാൻ ഈ ഒരു കേസ് സാധിക്കും. അത് ഇപ്പോഴത്തെ വണ്ടിക്കെല്ലാം സെൻറ്ററാണ്. പിന്നെ ഇവിടെ ഒരു കിക്കർ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ സെൻറ്റർ സ്റ്റാൻഡ്. പിന്നെ ഇതിന് സൈഡിൽ പറയത്തക്ക പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. നമുക്ക് സൈഡിൽ നിന്ന് ഫ്രണ്ടിലോട്ട് കയറുമ്പോഴത്തേക്ക് ഇവിടെ ഒരു സ്റ്റോറേജ് ബോക്സ് നമുക്ക് കിട്ടുന്നുണ്ട്. നമുക്കതിന് ഏത് താക്കോലിലും വേണമെങ്കിൽ തുറക്കാൻ സാധിക്കും. കാരണം ആ ഒരു പഴയ ടെക്നോളജിയാണ്. പിന്നെ വണ്ടി സ്റ്റാർട്ടാക്കാൻ നമ്മുടെ താക്കോൽ വേണ്ട, നമുക്ക് കിക്കർ അടിച്ചാൽ വണ്ടി സ്റ്റാർട്ടാക്കാം. പിന്നെ ബജാജിൻ്റെ ഒരു കീ ഇവർ തന്നിട്ടുണ്ടെങ്കിലും ഈ കീ കൊണ്ട് വണ്ടി സെൻട്രൽ ലോക്ക് അല്ലെങ്കിൽ ഹാൻഡ് ലോക്ക് ഇട്ട് വെക്കാൻ മാത്രമേ സാധിക്കത്തുള്ളൂ. അല്ലാതെ വണ്ടി ലോക്ക് ചെയ്യാൻ പറ്റത്തില്ല. ഏത് സാഹചര്യത്തിലും വണ്ടി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും കിക്കർ അടിച്ച്. പഴയ മോഡൽ വണ്ടിയാണെങ്കിൽ നമുക്കിവിടെ ഫ്രണ്ടിൽ ഒരു ഹുക്ക് തരുന്നുണ്ട്. നമുക്ക് എന്തെങ്കിലും സാധനം ഇവിടെ ഹാങ് ചെയ്യാൻ സാധിക്കും. പിന്നെ ഒരു ചോക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇവർ. പഴയ വണ്ടി സ്റ്റാർട്ടാക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്ക് ചോക്ക് വലിച്ച് സ്റ്റാർട്ടാക്കാം. പിന്നെ പഴയ വണ്ടി ആയിട്ട് തന്നെ ഇതൊരു ബൈക്ക് മോഡൽ ഗിയർ വണ്ടി ആയതുകൊണ്ട് തന്നെ നമുക്ക് റിസർവ് ചെയ്ത് ഇവിടെ ഓണും ഓഫും ആക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊരു സ്കൂട്ടർ മോഡലാണെങ്കിലും ഇത് ബൈക്ക് പോലാണ്. കാരണം ഇത് വിത്ത് ഗിയറാണ് ഈ വണ്ടി. അപ്പം ഇതിൻ്റെ ബാക്ക് ബ്രേക്ക് നമ്മുടെ കാലിൽ കൊണ്ട് നമുക്ക് ചവിട്ടണം. അപ്പോൾ ഇവിടെയാണ് ഇതിൻ്റെ ബ്രേക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി ഫ്രണ്ടിൻ്റെ കാര്യം പറയുവാണെങ്കിൽ ഇതിൻ്റെ വീലിനോട് ഇൻ്റഗ്രേറ്റ് ആണ് ഇതിൻ്റെ സസ്പെൻഷൻ ഇരിക്കുന്നത്. അപ്പം ഫ്രണ്ടിലൊരു കംഫർട്ട് ലെവൽ ഇതൊരു ഉപയോഗിക്കാൻ സാധിക്കും. വാഹന സംബന്ധമായ വീഡിയോസ് ഇനിയും കാണുവാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും. കൂടെ കാണുന്ന ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് ഓൾ അമർത്തുവാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ കറക്റ്റായിട്ട് കിട്ടും. സബ്സ്ക്രൈബ് ചെയ്ത് വിശ്വസിക്കുന്നു. ഇറ്റ്സ് ആപ്പിൾ സൈനിങ് ഔട്ട്.